Hi friends, Domain of Physics മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ നീറ്റിൻ്റെ ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മോഷൻ ഇൻ സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് വെക്റ്റേഴ്സിനെ കുറിച്ച്. അതായത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് മോഷൻ ഇൻ ടു ഡയമെൻഷൻ ആണ്. പക്ഷേ അതിന് മുമ്പിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫിസിക്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. വെക്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതായത് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. ഒപ്പം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. മറ്റുള്ള ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യാം, അതായത് മറ്റ് സ്റ്റുഡൻസുമായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കമ്പയർ ചെയ്യാം, ഞാനുമായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടെ എൻ്റെ കൂടത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലേക്ക് കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. എങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പറയുന്നത് വെക്റ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ വെക്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് വെക്റ്റേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടത്. രണ്ട് രീതിയിൽ നമ്മൾ വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് ഗ്രാഫിക്കലായിട്ടൊരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കേസും, രണ്ടാമതെന്ന് പറയുന്നത് കാർട്ടീഷ്യൻ ഫോമിൽ, അതായത് നമ്മുടെ എക്സ് വൈ ഇസഡ് ആക്സിസുകളുടെ ഹെൽപ്പിൽ അല്ലെങ്കിൽ ഈ സഹായത്തോടുകൂടി കാർട്ടീഷ്യൻ ഫോമിൽ നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യും, വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രണ്ട് കേസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഗ്രാഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞൊക്കെ പോകുന്നു. അതായത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഒരു വെക്റ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോർഷനെ നമ്മൾ ടെയിൽ എന്നാണ് വിളിക്കുന്നത്, ഈ പോർഷനെ നമ്മൾ വിളിക്കുന്നത് ഹെഡ് എന്നാണ്. അതായത് ആരോ ഉള്ള ഈ പോർഷനെ നമ്മൾ വിളിക്കുന്നത് ഹെഡ് എന്നും അതിൻ്റെ ഈ ഒരു പോർഷനെ നമ്മൾ വിളിക്കുന്ന പേര് ടെയിൽ എന്നുമാണ്. അതായത് നമ്മുടെ വെക്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഇതെന്ന് പറയുന്നത് എൻഡിങ് പോയിന്റ് ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ അടുത്ത് ടെയിൽ എന്നും എൻഡിങ് പോയിന്റാണ് നമ്മൾ വിളിക്കുന്നത് ഹെഡ് എന്നും വിളിച്ചിരിക്കുന്നത് അല്ലേ. നേരെ റിവേഴ്സാണ്. ഇനി മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ വെക്റ്ററിൻ്റെ ഈ ഒരു ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും. ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും. ഈ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷനെ ആയിരിക്കും. എന്താണ് വെക്റ്റർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓൾസോ ഒബേസ് ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻ. അതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഒരു ക്വാണ്ടിറ്റിക്ക് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കണം. ഒപ്പം അത് എന്ത് ചെയ്യുകയും ചെയ്യണം, ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻസ് ഒബേ ചെയ്യുകയും വേണം. ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻ നിങ്ങൾക്ക് അറിയാം, ട്രയാങ്കുലർ വെക്റ്റർ അഡിഷൻ, പാരലൽ വെക്റ്റർ അഡിഷൻ, അങ്ങനെ ലോസ് ഓഫ് വെക്റ്റർ അഡിഷൻസ് ഉണ്ട്. അത് ഒബേ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്ന് വിളിക്കുക, വെക്റ്റേഴ്സ് എന്ന് വിളിക്കുക. അല്ലാണ്ട് ഡയറക്ഷനുള്ള എല്ലാ ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ന് വിളിക്കില്ല, വെക്റ്റേഴ്സ് എന്ന് വിളിക്കില്ല. ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ പറഞ്ഞ കാര്യം, നമ്മുടെ ഈ വെക്റ്ററിൻ്റെ ലെങ്ത് മീൻ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡിനെ ആയിരിക്കും. ഒന്നുകിൽ ലെങ്തിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ലെങ്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ആരോ മീൻ ചെയ്യുന്നത് എന്തിനായിരിക്കും, ഡയറക്ഷൻ ആയിരിക്കും. നമ്മളിനി വെക്റ്ററിന് സാധാരണ എഴുതുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് വായിക്കുന്നത് വെക്റ്റർ എ എന്നാണ്, വെക്റ്റർ എ. ഇനി മോഡുലസ് ഓഫ് വെക്റ്റർ എ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് വായിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്നാണ്. അല്ലെങ്കിൽ സിമ്പിളായിട്ട് എ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സീറോ വെക്റ്റേഴ്സ് അല്ലെങ്കിൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സീറോ വെക്റ്റർ ആണ്. സീറോ വെക്റ്റർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്റ്റേഴ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, സീറോ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുക. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സീറോ വെക്റ്റർ. ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് 0 ആയിട്ടുള്ള വെക്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് സീറോ വെക്റ്റേഴ്സ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി വെക്റ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വെക്റ്റർ നമുക്കറിയാം. റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആണ്. ദെർഫോർ വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്, സീറോ വെക്റ്ററിന് എക്സാമ്പിൾ ആണ്. വെലോസിറ്റി ഓഫ് എ വെക്റ്റർ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ഒറിജിനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ വെക്റ്റർ സീറോ വെക്റ്ററിന് എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ when an object is thrown upward the velocity at its maximum height, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് ത്രോൺ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഹൈറ്റിൽ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ അതൊരു വെലോസിറ്റി വെക്റ്ററിന് എക്സാമ്പിൾ ആണ്. മറ്റൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ the acceleration of a uniform motion
ആക്സിലറേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അതും എന്തിന് എക്സാമ്പിൾ ആണ്? സീറോ വെക്ടറിന് എക്സാമ്പിൾ ആണ്. അടുത്തത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കേസാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്. യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാർട്ടീഷ്യൻ ഫോം പഠിക്കുന്ന സമയത്ത് വളരെ വിശദമായിട്ട് പഠിക്കും. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ്. യൂണിറ്റ് വെക്ടേഴ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ക്യാപ് എന്നായിരിക്കും. മുകളിൽ ഒരു ക്യാപ്പ് വരയ്ക്കുന്നു. എ ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. ഒരു വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിനെയാണ് നമ്മൾ വിളിക്കുക യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ഇതിനൊന്ന് മാറ്റിയത് ഈ ഫോമിലേക്ക് എഴുതാം. വെക്ടർ എ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേസ്. എന്താണ്? ഏതൊരു വെക്ടറിനെയും നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്ന് എഴുതാം. ഏതൊരു വെക്ടറിനെയും നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫോം. കാർട്ടീഷ്യൻ ഫോം എഴുതാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ഫോമാറ്റാണ്. എന്താണ്? എനി വെക്ടർ ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? മോഡുലസ് ഓഫ് എ വെക്ടർ ഇൻറ്റു യൂണിറ്റ് വെക്ടർ. ഒപ്പം യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. എ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, അതിനെയാണ് നമ്മൾ വിളിക്കുക യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർമ്മയിൽ സൂക്ഷിക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒപ്പം നമ്മുടെ എക്സ് ഡയറക്ഷനിലുള്ള എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ ക്യാപ്പ് എന്ന് പറയുന്നത്. വൈ ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെ ക്യാപ്പ് എന്ന് വിളിക്കുന്നത്. ഇസഡ് ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെ ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. എക്സ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ്, വൈ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ജെ ക്യാപ്പ്, ഇസഡ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ കെ ക്യാപ്പ്. ഓക്കെ, ആൻഡ് ദീസ് ഐ ജെ കെ ഇവയെ മൂന്നിനെ കൂടെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ദേ ആർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ദേ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഐ ജെ കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറയും. ഇത് ഇത്രയും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞത് മാത്രം. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വെക്ടേഴ്സിൻ്റെ അഡീഷൻ ആണ്. വെക്ടർ അഡീഷനും വെക്ടർ മൾട്ടിപ്ലിക്കേഷനും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ മുമ്പോട്ട് പോകുന്ന പല ചാപ്റ്ററുകൾ, അതായത് വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിലും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് നമുക്ക് വേണ്ടി വരുന്നത്. എങ്കിൽ കൂടി നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ വെക്ടർ മൾട്ടിപ്ലിക്കേഷനും കൂടെ നമ്മളിവിടെ പറയും, ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വെക്ടർ അഡീഷൻ, അത് കഴിഞ്ഞിട്ട് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം വെക്ടർ അഡീഷനിലേക്ക് പോകാം. നമ്മൾ പറഞ്ഞു ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഗ്രാഫിക്കലി ഒരു വെക്ടറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് വെക്ടർ അഡീഷൻ നടത്തുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിനുശേഷം നമുക്ക് എങ്ങോട്ടേക്ക് വരാം? കാർട്ടീഷ്യൻ ഫോർമാറ്റിലേക്ക് വരാം. ഓക്കെ, മെയിനായിട്ട് നമ്മൾ രണ്ട് ലോസ് ഓഫ് വെക്ടർ അഡീഷൻസ് ആണ് പറയുന്നത്. ഒന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും മറ്റൊന്ന് പറയുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വെക്ടേഴ്സിനെ നമ്മളൊരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ രണ്ട് വെക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് വെക്ടർ എ ആണ്, ദെൻ ഇതെന്ന് പറയുന്നത് വെക്ടർ ബി ആണ്. എ എന്ന് പറയുന്ന വെക്ടറിനെയും ബി എന്ന് പറയുന്ന വെക്ടറിനെയും നമ്മളൊരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് എന്ത് ചെയ്യാണ്? റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ വെക്ടർ ഇതാണ്, രണ്ടാമത്തെ വെക്ടർ ഇതാണ്. ഒന്നാമത്തെ വെക്ടറിൻ്റെ ഹെഡ്, അതായത് നമ്മുടെ ഒന്നാമത്തെ വെക്ടറിന്റെ ആരോ വരുന്ന പോർഷൻ ഹെഡും രണ്ടാമത്തെ വെക്ടറിന്റെ ടെയിലും കൂടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡ് ടു ടെയിൽ അറേഞ്ച്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ട്രയാങ്കിൾ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ മൂന്നാമത്തെ സൈഡ്, ഇതാണ് മൂന്നാമത്തെ സൈഡ്. നമ്മൾ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങോട്ടേക്ക് then ഇങ്ങോട്ടേക്കാണ് വരേണ്ടത്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, റിവേഴ്സ് ഓർഡറിലായിരിക്കും. ദിസ് വിൽ ബി ദ റിസൾട്ടന്റ് വെക്ടർ. ഇതായിരിക്കും നമ്മുടെ അവിടുത്തെ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുന്നത്. അതായത് രണ്ട് വെക്ടേഴ്സിനെ ഒരു ട്രയാങ്കിളിന്റെ അഡ്ജസൻറ്റ് സൈഡ്, ട്രയാങ്കിളിന്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയേണ്ട, ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ആയിട്ട് സെയിം ഓർഡറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ തേർഡ് സൈഡ് ഇൻ ദ റിവേഴ്സ് ഓർഡർ വിൽ ബി ദ റിസൾട്ടന്റ്. അതായത് if two vectors are represented as the sides of a triangle taken in the same order, then the third side taken in the reverse order will represent the resultant of these two vectors. രണ്ട് വെക്ടേഴ്സിന്റെ റിസൾട്ടന്റ്, that is vector r is equal to vector a plus vector b. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഗ്രാഫിക്കലി ചെയ്ത കാര്യമാണ്. ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് പറയുന്നു. അതായത് ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി മേക്സ് ആൻ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം, മേക്സ് ആൻ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദം, അതായത് രണ്ട് വെക്ടറുകൾക്കിടയിൽ എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വെക്ടറുകൾക്കിടയിൽ തീറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ആണ് മേക്ക് ചെയ്യുന്ന എഴുതുക. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഏതാണ്?
അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരരുത്. പലരും ശ്രദ്ധിക്കും ഈ ആംഗിൾ നമ്മൾ ഇവിടുത്തെ ഈ ആംഗിളിനെ എത്രയായിട്ട് എടുക്കും? തീറ്റ ആയിട്ട് എടുക്കും. എയും ബിയും തമ്മിലുള്ള ആംഗിൾ അതല്ല, മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് രണ്ട് വെക്റ്റേഴ്സിൻ്റെ ടെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഏറ്റവും ചെറിയ ആംഗിളിനെയാണ് നമ്മൾ വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇത് ഒന്നാമത്തെ വെക്റ്റർ, ഒരു വെക്റ്റർ എന്ന് എഴുതാം. ഇത് രണ്ടാമത്തെ വെക്റ്റർ എന്ന് എഴുതാം. ഇത് വെക്റ്റർ എ ആണ്, ഇത് വെക്റ്റർ ബി ആണ്. അപ്പോൾ രണ്ട് വെക്റ്റേഴ്സ് എയും ബിയും, ഇവയെ രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്നത് ടെയിലുകൾ തമ്മിലാണ്. അങ്ങനെ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ടെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ചെറിയ ആംഗിൾ, ഇതാണ് നമ്മൾ എന്തായിട്ട് എടുക്കാറ്? വെക്റ്റേഴ്സിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ വെക്റ്ററുകൾ തമ്മിലുള്ള ആംഗിളായിട്ട് ചൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഇത് എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വെക്റ്റർ എ ആണ്, ഇതെന്ന് പറയുന്നത് വെക്റ്റർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എ എന്ന് പറയുന്ന വെക്റ്ററിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് വെക്റ്റർ എ. കാരണം നമുക്ക് പാരലൽ ഷിഫ്റ്റ് നടത്താം. അങ്ങനെയാണെങ്കിൽ ഇത് ഈ ആംഗിൾ ആണ് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, എന്താണ് രണ്ട് വെക്റ്റേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ടെയിലുകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ മേക്ക് ചെയ്യുന്ന ചെറിയ ആംഗിളിനെയാണ് നമ്മളിതെന്ന് വിളിക്കുന്നത് ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിത് വായിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു എയും ബിയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? തീറ്റയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെക്റ്ററിനെ മുമ്പോട്ടേക്ക് നീട്ടി വരച്ചാൽ ഈ ആംഗിളിനെയാണ് നമ്മൾ ഇന്ന് എടുക്കുക, തീറ്റ എന്ന് എടുക്കുക. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് തീറ്റ. ആണല്ലോ. ദെൻ നമുക്കറിയാം ഏതൊരു വെക്റ്റർ ആയാലും അതിന് മാഗ്നിറ്റ്യൂഡും കാണും, അതുപോലെ എന്തും കാണും? ഡയറക്ഷനും കാണും. മാഗ്നിറ്റ്യൂഡും കാണും, ഒപ്പം എന്തും കാണും? ഡയറക്ഷനും കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √(a² + b² + 2ab cos θ ആയിരിക്കും. a² + b² + 2ab cos θ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വെക്റ്റേഴ്സ് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വെക്റ്റേഴ്സിനെ എടുക്കുന്നു, അവയുടെ മാഗ്നിറ്റ്യൂഡ് എയും ബി എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ് എങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് R = √(a² + b² + 2ab cos θ ആയിരിക്കും. നമ്മൾ ട്രയാങ്കുലർ ലോ ഓഫ് എക്ലിപ്ഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് അത് മേക്ക് ചെയ്യുന്ന ഡയറക്ഷൻ, ഇപ്പോൾ എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണെന്ന് കരുതുക. അതായത് എ എന്ന് പറയുന്ന വെക്റ്ററുമായിട്ട് നമ്മുടെ റിസൾട്ടൻ്റ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ tan alpha is equal to b sin theta divided by a plus b cos theta ആയിരിക്കും. b sin theta divided by a plus b cos theta. ഓർത്ത് വെച്ചിരിക്കുക, എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ tan alpha is equal to b sin theta divided by a plus b cos theta. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ്റെ തിയറി പോർഷൻസ് കംപ്ലീറ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന പ്രോബ്ലംസ് ഒന്ന് രണ്ടെണ്ണം ചെയ്യാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും ഓർക്കുക. ട്രയാങ്കുലർ ലോ ഓഫ് എക്ലിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് രണ്ട് വെക്റ്റേഴ്സിനെ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ആയിട്ട് സെയിം മോഡൽ റെപ്രസെൻറ്റ് ചെയ്താൽ തേർഡ് സൈഡ് വിൽ റെപ്രസെൻറ്റ് ദ റിസൾട്ടൻറ്റ് ടേക്കൺ ഇൻ ദി റിവേഴ്സ് ഓർഡർ. ആൻഡ് R is equal to √(a² + b² + 2ab cos θ, where a is the magnitude of first vector, b is the magnitude of second vector, and θ is the angle between the vectors. ഇനി തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെ ടെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മേക്ക് ചെയ്യപ്പെടുന്ന ചെറിയ ആംഗിൾ, അതിനെയാണ് നമ്മൾ വിളിക്കുക ആംഗിൾ ബിറ്റ്വീൻ ദ വെക്റ്റേഴ്സ് എന്ന് പറയുക. ഇനി ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എ എന്ന് പറയുന്ന വെക്റ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് tan alpha is equal to b sin theta divided by a plus b cos theta. തിരിച്ചു പോരുത്, ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ല. ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഉണ്ട് ഇവിടെ ബീറ്റ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പാരലൽ ലോ ഓഫ് എക്ലിപ്ഷൻ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയാണ് ട്രയാങ്കുലർ ലോ ഓഫ് എക്ലിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, പാരലോഗ്രാം ലോ ഓഫ് എക്ലിപ്ഷൻ. സെയിം കോൺസെപ്റ്റ് തന്നെ, വളരെ വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ട്രയാങ്കിൾ ആയിരുന്നുവെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് എക്ലിപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിട്ട് മാറും? പാരലോഗ്രാം ആയിട്ട് മാറും. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അതായത് രണ്ട് വെക്റ്റേഴ്സിന് ഇത് ഒന്നാമത്തെ വെക്റ്റർ എ, രണ്ടാമത്തെ വെക്റ്റർ വെക്റ്റർ ബി. രണ്ട് വെക്റ്റേഴ്സിനെ ഒരു പാരലോഗ്രത്തിന്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു ഫ്രം എ കോമൺ പോയിന്റ്. അവിടെ ശ്രദ്ധിക്കുക, രണ്ട് വെക്റ്റേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റിൽ നിന്നാണ്. ദാറ്റ് ഈസ് ടെയിലും തമ്മിലാണ് കണക്ട് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഈസ് ടെയിൽ ടു ടെയിൽ അറേഞ്ച്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം. അതായത് ഒന്നാമത്തെ വെക്റ്ററിന്റെ ടെയിലും രണ്ടാമത്തെ വെക്റ്ററിന്റെ ടെയിലും കൂടെ എന്ത് ചെയ്യുന്നു? നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പം രണ്ട് വെക്റ്റേഴ്സിനെ ഒരു പാരലോഗ്രത്തിന്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് ഫ്രം എ കോമൺ
കോമൺ പോയിന്റിൽ നിന്ന് വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന കരുതുക അല്ലേ. അതായത് ഇതിന് പാരലായിട്ട് എക്ക് പാരലായിട്ട് ഇതാ ഇവിടെ ഒരു ലൈൻ, ബിക്ക് പാരലായിട്ട് ഇവിടെ ഒരു ലൈൻ. അങ്ങനെയാണെങ്കിൽ ദ ഡയഗണൽ ഫ്രം ദാറ്റ് കോമൺ പോയിന്റ് വിൽ ബി ദ റിസൾട്ടൻറ്റ്. ഇതായിരിക്കും എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഇതാണ് തീറ്റ, ആംഗിളുകൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ്, ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇനി എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ ആൽഫ എന്ന് എടുക്കുന്നു, ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഞാൻ എത്ര ആയിട്ട് എടുക്കുന്നു, ബീറ്റ എന്ന് എടുക്കുന്നു. അതായത് റിസൾട്ടൻറ്റ് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫയാണ്, റിസൾട്ടൻറ്റ് വെക്ടർ ബി വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയുമാണ്, ബീറ്റയുമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നമ്മുടെ റിസൾട്ടൻറ്റിൻ്റെ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. മാഗ്നിറ്റ്യൂഡ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta, a square plus b square plus 2ab cos theta. വന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്, നമ്മൾ അതിലേക്ക് വരുന്നില്ല. ദെൻ tan alpha is equal to നമുക്ക് ഇവിടെ കിട്ടിയ അതേ ഇക്വേഷൻ എന്താണ്, b sin theta divided by a plus b cos theta. ഇനി tan beta ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, b യുടെ സ്ഥാനത്ത് a വരും, a sin theta divided by b plus a cos theta, a sin theta divided by b plus a cos theta. ഓർത്തു വെച്ചിരിക്കുക, ആൽഫ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ആൽഫ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് വെക്ടർ എ. എ എന്ന് പറയുന്ന വെക്ടറും റിസൾട്ടൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ എന്ന് പറയുന്നത്. ആൻഡ് ബീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ റിസൾട്ടൻറ്റ് ആൻഡ് വെക്ടർ ബി. ബി എന്ന് പറയുന്ന വെക്ടറും റിസൾട്ടൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളെയാണ് നമ്മൾ എത്ര എടുത്തിരിക്കുന്നത്, ബീറ്റ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇക്വേഷൻ ചേഞ്ച് ചെയ്യപ്പെടും. ഇവിടെ നമുക്ക് സെയിം കോൺസെപ്റ്റ് എഴുതാം. അതായത് ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, റിസൾട്ടൻറ്റ് ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ ആണെങ്കിൽ ഇതേ ഇക്വേഷൻ നമുക്ക് ഇവിടെ എഴുതാം. എന്താണ്, tan ബീറ്റ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ, എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ബി പ്ലസ് എ കോസ് തീറ്റ. അപ്പോൾ ഇത്രയാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ വെക്ടർ അഡിഷൻസിൻ്റെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ആംഗിളും അറിയാമെങ്കിൽ, രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും അവ തമ്മിലുള്ള ആംഗിളും അറിയാമെങ്കിൽ അവയുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടൻ്റെ ഡയറക്ഷനും കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഒപ്പം ഓർത്തു വെച്ചിരിക്കുക, ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ദി ആംഗിൾ. ഒരിക്കലും ഇത് വെക്ടർ എയും ഇത് വെക്ടർ ബിയും ആണ് എങ്കിൽ ഇതെന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആംഗിൾ അല്ല. ഓർത്തു വെച്ചിരിക്കുക, രണ്ട് വെക്ടേഴ്സിൻ്റെ ടെയിലുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെ മേക്ക് ചെയ്യപ്പെടുന്ന ചെറിയ ആംഗിളിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുന്നു. നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ചില സ്പെഷ്യൽ കേസസ് ആണ്. സ്പെഷ്യൽ കേസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് കരുതുക, 0 ആണെന്ന് കരുതുക. ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഈസ് 0 ഡിഗ്രി. രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ എ എന്ന് പറയുന്ന വെക്ടർ പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ രണ്ടാമത്തെ വെക്ടർ വെക്ടർ ബി, രണ്ട് വെക്ടേഴ്സും എങ്ങനെയാണ്, സെയിം ഡയറക്ഷനിലാണ്. അപ്പോഴാണ് തീറ്റ എന്ന് പറയുന്നത് നമ്മൾ 0 ആണെന്ന് പറയുന്നത്. ആ സിറ്റുവേഷനിൽ നമ്മുടെ ആറിൻ്റെ ഇക്വേഷൻ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ആയിരിക്കും. വെക്ടർ ആർ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും. ദാറ്റ് മീൻസ് മാക്സിമം കിട്ടും നമുക്ക് അല്ലേ. ആർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യം. രണ്ടാമത്തെ കേസ് തീറ്റ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത് എ എന്ന് പറയുന്ന വെക്ടർ, ദെൻ ഇതെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന വെക്ടേഴ്സ്. അതായത് രണ്ട് വെക്ടേഴ്സ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇവിടെ നമ്മൾ വെക്ടറിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നത് ആർ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി എന്നാണ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഓർക്കുക, വലിയ വെക്ടറിൽ നിന്ന് നമ്മൾ ചെറിയ മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കും. വലിയ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറിയ മാഗ്നിറ്റ്യൂഡിനെ കുറയ്ക്കുന്നു. എന്നിട്ട് ആ വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ അങ്ങ് ആഡ് ചെയ്യുക, മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ. ഇനി രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എങ്കിൽ ദാറ്റ് മീൻസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 180 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സുകൾ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് വലിയ മാഗ്നിറ്റ്യൂഡിൽ നിന്ന് ചെറിയ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കുക, എന്നിട്ട് വലിയ മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിന് എന്ത് പറയുക, ഡയറക്ഷൻ പറയുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്തായിരുന്നു, നമ്മുടെ ഇക്വേഷൻ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്
ചെയ്താൽ മതിയാവും. ആദ്യം നമ്മൾ കോസ് തീറ്റയ്ക്ക് എത്ര എടുക്കുന്നു? കോസ് 0 എടുക്കുന്നു. കോസ് 0 1 ആണ്. റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് വരും. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും? a പ്ലസ് ബി ഇത് കിട്ടും. തീറ്റയുടെ വാല്യൂ 180 കൊടുക്കുമ്പോഴത്തേന് കോസ് 180 -1 വരും. ദാറ്റ് ഈസ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്നാവും. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab എന്ന് പറഞ്ഞാൽ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. റൂട്ട് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? a മൈനസ് ബി ആയിട്ട് മാറും. ആൻഡ് ലാസ്റ്റ് കേസ് തീറ്റയുടെ വാല്യൂ എത്ര ആകുന്നു? 90 ഡിഗ്രി ആകുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വെക്റ്റർ ഇത് വെക്റ്റർ എ, രണ്ടാമത്തെ വെക്റ്റർ ഇത് വെക്റ്റർ ബി. ഓക്കെ ആണല്ലോ. ഇനി അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ആണെന്ന് പറഞ്ഞു. അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ദിസ് വിൽ മേക്സ് ആൻ ആംഗിൾ ആൽഫ, ദിസ് വിൽ ബി ദ റിസൾട്ടൻ്റ് വെക്റ്റർ. ഇവിടുത്തെ കേസിൽ അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. കാരണം വളരെ സിമ്പിൾ, എന്താണ്? തീറ്റയുടെ വാല്യൂ 90 ആണ്. കോസ് 90യുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. കോസ് 90യുടെ വാല്യൂ 0 ആയതുകൊണ്ട് a പ്ലസ് 2ab കോസ് തീറ്റ എന്ന് പറയുന്നത് 0 ആയി പോകും. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇനി അവയുടെ ആംഗിൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു a ബൈ ബി ആയിരിക്കും. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു a ബൈ ബി. കാരണം നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മുടെ ഇക്വേഷൻ a ബൈ ബി അല്ല, b ബൈ a ആയിരിക്കും. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു b ബൈ a. ടാൻ ആൽഫ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല. കാരണം ഈ b എന്ന് പറയുന്ന വെക്റ്ററിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം അല്ലേ? ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇക്വേഷൻ പോലും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഒന്നാമത്തെ വെക്റ്റർ, ഇത് രണ്ടാമത്തെ വെക്റ്റർ. ഇത് a എന്ന് പറയുന്ന വെക്റ്ററാണ്, ഇത് b എന്ന് പറയുന്ന വെക്റ്ററാണ്. അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പാരലോഗ്രാം വരച്ച്, പാരലോഗ്രാം അല്ല, ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഇതാണ് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ ആംഗിൾ എന്ന് പറയുന്നത് ആൽഫ നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് a ആണ്, ഈ ലെങ്ത് എന്ന് പറയുന്നത് b ആണ്. ഇവിടെ നമുക്ക് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് b ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടും. ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ടാൻ ആൽഫയുടെ ഇക്വേഷൻസിനകത്ത് തീറ്റയുടെ വാല്യൂ എത്ര എടുക്കുക? 90 എടുക്കുക. അപ്പോഴും നമുക്ക് ഇക്വേഷൻ എത്രയാണെന്ന് കിട്ടും? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു b ബൈ a എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ കേസസ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ കേസാണ്. അതായത് രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, രണ്ട് ഡിഫറൻറ്റ് വെക്ടേഴ്സ്, ഓക്കെ, രണ്ട് ഡിഫറൻറ്റ് വെക്ടേഴ്സ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. ഒപ്പം അവർ തമ്മിലുള്ള ആംഗിൾ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? b ബൈ a ആയിരിക്കും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ട്രയാങ്കുലറായ വെക്ടേഷനും പാരലോഗ്രായ വെക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഇത് കൂടാതെ ഓർത്ത് വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതും കൂടെ നോക്കാം. ചില പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ട 1-2 കാര്യങ്ങൾ, ഒരു 3 പോയിന്റ്സുകൾ നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്ന കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ട്. രണ്ട് ഡിഫറൻറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടേഴ്സ്. നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് വെക്ടേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുന്നു കരുതുക. ഇതെന്ന് പറയുന്നത് a എന്ന് പറയുന്ന വെക്ടറാണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ a എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ. അതായത് രണ്ട് വെക്ടറിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, 6. ഈ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത്? ആൽഫ എന്നാണ് പറഞ്ഞത്. ഇവിടെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമാണ്. അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ കേസിൽ അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് a റൂട്ട് 2 ആയിരിക്കും. റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് a റൂട്ട് 2 ആയിരിക്കും. ആൽഫ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മുടെ ടോട്ടൽ ആംഗിളിൻ്റെ എക്സാക്റ്റ് ബൈസെക്ടർ ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഓർക്കുക, രണ്ട് വെക്ടേഴ്സും എന്താണെങ്കിൽ? ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ. അപ്പോൾ രണ്ട് വെക്ടേഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അവയുടെ റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയുമാണ് എങ്കിൽ r എന്ന് പറയുന്നത് a റൂട്ട് 2 ആയിരിക്കും. ആൽഫ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. നമ്മൾ ചെയ്തു നോക്കാം, സെയിം ആൻസർ കിട്ടും. വേണം ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞനുസരിച്ച് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടുത്തെ കേസിൽ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2a സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു a റൂട്ട് 2 എന്ന് വരും. അതുപോലെ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു b ബൈ a ആണ്. ഇവിടുത്തെ കേസിൽ a ബൈ a ആവും. a ബൈ a എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ ആൽഫയുടെ വാല്യൂ 1 ആണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു എത്രയാണ്? 45 ഡിഗ്രി ആണ്. അപ്പോൾ ഇത്രയും ചെയ്തെടുക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ 90 എങ്കിൽ, അതായത് രണ്ട് വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണ് എങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സാക്ട് ബൈസെക്ടറിലൂടെ ആയിരിക്കും. അഥവാ ആൽഫ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അതുപോലെ റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്രയും ആയിരിക്കും? a റൂട്ട് 2 ആയിരിക്കും.
അടുത്ത മറ്റൊരു കേസിലേക്ക് പോവാം. മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഇത് എ എന്ന് പറയുന്ന വെക്ടറാണ്. ഈ എയുമായിട്ടൊരു 60 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വെക്ടർ വരുന്നു, 60 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വെക്ടർ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഉറപ്പായിട്ടും ഈ ആംഗിളും ബൈസെക്ടർ ആയിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ദാറ്റ് ഈസ് ആൽഫ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് A√3 ആയിരിക്കും. ആ റിസൾട്ടൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? A√3 ആയിരിക്കും. ആൻഡ് തേർഡ് കേസ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന വെക്ടർ ഇത് അതുമായിട്ട് മേക്ക് ചെയ്യുന്നു, ഒരു 120 ഡിഗ്രി മേക്ക് ചെയ്തുകൊണ്ട് എ എന്ന് പറയുന്ന അതേ മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു വെക്ടർ, അതായത് രണ്ട് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 120 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അവയുടെ ബൈസെക്ടർ ആയിരിക്കും ആരെന്ന് പറയുന്നത് റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എ ആയിരിക്കും. അതുപോലെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു 3 പോയിന്റ്സ് എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കുക. ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ എൻട്രൻസ് എക്സാമുകൾക്ക് പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്തെടുക്കണം അല്ലേ, സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പോയിന്റുകൾ ഓർമ്മയിൽ വെച്ചിരിക്കുക. ഓർക്കുക, ഞാൻ ഈ പറഞ്ഞ 3 കേസിലും എടുത്ത 2 വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? സെയിം ആണ്. എ എന്ന് പറയുന്ന വെക്ടർ അതേ കണക്ക് എ എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ, 2 വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം, തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90. അങ്ങനെയാണെങ്കിൽ റിസൾട്ടൻ്റ് A√2 ആംഗിൾ 45 ഡിഗ്രി. അതായത് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ബൈസെക്ടർ ആയിരിക്കും. 3 കേസിലും റിസൾട്ടൻ്റ് എന്തായിരിക്കും? ബൈസെക്ടർ ആയിരിക്കും. ഫസ്റ്റ് കേസിൽ 90 ആയിരുന്നു വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ, ദെർഫോർ 45 ഡിഗ്രി. രണ്ടാമത്തെ കേസിൽ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്, ദെർഫോർ ആംഗിൾ 30 ഡിഗ്രി. ഇവിടുത്തെ കേസിൽ 120 ആണ്, ദെർഫോർ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി. ഇപ്പോൾ നമ്മൾ ആൽഫ കണ്ടുപിടിച്ചാലും ബീറ്റ കണ്ടുപിടിച്ചാലും സെയിം ആൻസർ തന്നെ കിട്ടും. കാരണം ആൽഫ എന്ന് പറയുന്നത് എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ബിയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കണ്ടുപിടിച്ചാൽ എത്ര തന്നെയാണ്? 45 ഡിഗ്രി തന്നെയാണ്. ഇവിടെ അതുപോലെ തന്നെ 30 ആയിരിക്കും, ഇവിടെ എത്ര ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യുക? ഓർമ്മയിൽ വെച്ചിരിക്കുക. അപ്പോൾ വെക്ടർ അഡീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് വെക്ടർ സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് യഥാർത്ഥത്തിൽ നമ്മുടെ വെക്ടേഴ്സിൻ്റെ കേസിലില്ല. വെക്ടർ അഡീഷൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ചെറിയൊരു വ്യത്യാസം മാത്രം അല്ലേ. എന്താണ് നോക്കിക്കൊള്ളുക. അതായത് ഇപ്പോൾ എ എന്നും ബി എന്നും പറഞ്ഞ 2 വെക്ടേഴ്സ്, ഇത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ, ദെൻ ഇത് ബി എന്ന് പറയുന്ന മറ്റൊരു വെക്ടർ. 2 വെക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നു, എയും ബിയും. അപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് കരുതുക? സബ്ട്രാക്ട് ചെയ്യണമെന്ന് കരുതുക. അഡിഷൻ നമുക്കറിയാം അല്ലേ. അതായത് എ എന്ന് പറയുന്ന വെക്ടറും ബി എന്ന് പറയുന്ന വെക്ടറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം. റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്തായിരിക്കും? A² പ്ലസ് B² പ്ലസ് 2AB cos θ ആണ് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി സബ്ട്രാക്ട് ചെയ്യണമെന്ന് കരുതുക. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഇതിനെ R+ എന്ന് എഴുതുന്നു, ഓക്കെ, ഇതിനെ R- എന്ന് എഴുതുന്നു. R- ഈസ് ഈക്വൽ ടു വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ബി എന്ന് പറയുന്ന വെക്ടറിനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓർക്കേണ്ട കാര്യം ഇതാണ്, എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം, എയിൽ നിന്ന് ബി സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇതിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം, വെക്ടർ എ പ്ലസ് മൈനസ് ഓഫ് വെക്ടർ ബി. അതായത് എയുടെ കൂടെ ബിയുടെ നെഗറ്റീവ് കൊണ്ട് ആഡ് ചെയ്യുക, എയുടെ കൂടെ ബിയുടെ നെഗറ്റീവിനെ ആഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന വെക്ടർ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് ബിയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ബി. ഇവയെ തമ്മിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ? ആഡ് ചെയ്യാൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവയെ തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത അറിയാം. റൂട്ട് ഓഫ് ഒന്നാമത്തെ മാഗ്നിറ്റ്യൂഡ് A² പ്ലസ് രണ്ടാമത്തെ നെഗറ്റീവ് വെക്ടർ ആണെങ്കിലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ബി തന്നെ, B² പ്ലസ് 2AB cos θ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഇവിടെ നമ്മൾ എടുത്തത് എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. ഇവിടുത്തെ കേസിൽ നമുക്ക് വേണ്ടത് എയും മൈനസ് ബിയും തമ്മിലുള്ള ആംഗിളാണ്. എ എന്ന് പറയുന്നത് ഇതാണ്, മൈനസ് ബി എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിൾ. ഈ ആംഗിൾ എത്രയാണ്? 180 മൈനസ് തീറ്റ ആണ്. അപ്പോൾ കോസ് കഴിഞ്ഞ് നമുക്ക് എത്ര കൊടുക്കണം? 180 മൈനസ് തീറ്റ എന്ന് കൊടുക്കണം. കോസ് 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രിഗണോമെട്രിയുടെ എല്ലാ കോൺസെപ്റ്റുകളും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. ആ ട്രിഗണോമെട്രിയുടെ കോൺസെപ്റ്റിൽ നമ്മൾ ഈ കൺവേർഷൻ പറഞ്ഞതാണ്. കോസ് 180 മൈനസ് തീറ്റയുടെ വാല്യൂ എത്ര ആയിരിക്കും കിട്ടുക? മൈനസ് കോസ് തീറ്റ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ R- ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് A² പ്ലസ് B² മൈനസ് 2AB cos θ എന്ന് കിട്ടും. R മൈനസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? റൂട്ട് ഓഫ് A² പ്ലസ് B² മൈനസ് 2AB cos θ. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നെഗറ്റീവ് വെക്ടർ കൊണ്ട് ആഡ് ചെയ്യുക. അതായത് ഒരു വെക്ടറിൽ നിന്ന് എയിൽ നിന്ന് ബി എന്ന് പറയുന്ന വെക്ടർ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ നെഗറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യാം. ഇനി മറിച്ച് വെക്ടർ ബി മൈനസ് വെക്ടർ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബിയുടെ കൂടെ എയുടെ നെഗറ്റീവ് ആഡ് ചെയ്യുക. തിരിഞ്ഞു പോകരുത്, ബിയുടെ കൂടെ ആരെ ആഡ് ചെയ്യുക? എയുടെ നെഗറ്റീവിനെ ആഡ് ചെയ്യാം.
തിരിച്ചെഴുതരുത്. രണ്ടാമത് ഏതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ നെഗറ്റീവ് കൊണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. ഇതാണ് സബ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ വെക്റ്റർ അഡീഷൻ, നമ്മൾ ഈ പറഞ്ഞ ട്രയാങ്കുലർ പാരലലോഗ്രാമിലായുടെ ഒരു ബേസിക് കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടായി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകാം. വളരെ സിമ്പിൾ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ: ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് 2 വെക്റ്റേഴ്സ് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ഓഫ് 2 വെക്റ്റേഴ്സ് ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദി വെക്റ്റേഴ്സ് ഈസ്. അതായത് 2 വെക്റ്ററുകളുടെ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇപ്പോൾ എയും ബിയും എടുത്തു കഴിഞ്ഞാൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബിയുടെ മാഗ്നിറ്റ്യൂഡിന് എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ആ വെക്റ്ററുകൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് എഴുതാൻ അറിയാം, എന്താണ്, റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta which is equal to a minus b യുടെ മാഗ്നിറ്റ്യൂഡ് അറിയാം, റൂട്ട് ഓഫ് a square plus b square minus 2ab cos theta. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta is equal to a square plus b square minus 2ab cos theta. a സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, b സ്ക്വയറും ക്യാൻസൽ ചെയ്യാം, 2ab cos theta ഇപ്പുറത്ത് വരുന്നു. അപ്പോൾ 2ab cos theta പ്ലസ് 2ab cos theta ആവും. ദാറ്റ് ഈസ് 4ab cos theta which is equal to 0. 4 എന്ന് പറയുന്നത് 0 ആവില്ല, a 0 ആവില്ല, b 0 ആവില്ല. അതായത് a not equal to 0 and b not equal to 0. അങ്ങനെയാണെങ്കിൽ cos theta എന്തായി പറ്റൂ, 0 ആയി പറ്റൂ. ദെൻ തീറ്റ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. കാരണം cos 90 ആണ് എത്ര എന്ന് പറയുന്നത്, 0 എന്ന് പറയുന്നത്. ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്, 90 ഡിഗ്രി. ദിസ് വിൽ ബി ദി ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി ചെയ്തെന്ന് മാത്രം. പ്രീവിയസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നീറ്റിന് എക്സാമിന് പ്രീവിയസ് എക്സാമിന് നീറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. 2016 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ: ഇഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സം ഓഫ് 2 വെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ഓഫ് 2 വെക്ടേഴ്സ് ദെൻ ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് ഈസ്. ചെയ്യുന്നത് നമ്മുടെ കീ പോയിന്റ്. ഞാൻ കഴിഞ്ഞ പ്രോബ്ലംസ് ചെയ്യുമ്പോഴെല്ലാം പോയിട്ടുണ്ട്. ഏത് ക്വസ്റ്റ്യൻ ചെയ്താലും ആ ക്വസ്റ്റ്യൻ അതൊരു കീ പോയിന്റ് ഉണ്ടായിരിക്കും നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഇതാണ്: a പ്ലസ് ബി ഈസ് ഈക്വൽ ടു എന്താണ്, a മൈനസ് ബി ആണ്. മാഗ്നിറ്റ്യൂഡ് കൊടുക്കുന്നു, ജസ്റ്റ് ആഡ് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തീറ്റ ഈസ് ഈക്വൽ എത്ര കിട്ടും, 90 ഡിഗ്രി കിട്ടും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. Okay, next question എന്ന് പറയുന്നത്: a particle is moving with a velocity 5 meter per second towards the east and its velocity changes to 5 meter per second towards north in 10 seconds. Find the acceleration. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഓർക്കുക, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിനെന്തുണ്ടായിരിക്കും, മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ ആണ്. മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കണം, ഡയറക്ഷനും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 5 meters per second towards ഈസ്റ്റ്. അപ്പോൾ ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 5 meter per second സ്പീഡിൽ എങ്ങോട്ടേക്ക് പോകുന്നു, ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് v1 എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 5 meter per second. ദെൻ ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ടു, ദെൻ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. എങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു, 5 meter per second ടുവേഴ്സ് നോർത്ത്. നോർത്തിലേക്ക് ചേഞ്ച് ചെയ്തു, ഇങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്തു, 5 meter per second. ദാറ്റ് ഈസ് v2. ഓക്കെ, ഇത് ആദ്യം പോയത് ഈസ്റ്റ് ഡയറക്ഷൻ, ഇപ്പോൾ പോകുന്നത് നോർത്ത് ഡയറക്ഷൻ. ഇത് v1, ഇതെന്ന് പറയുന്നത് v2. ഇതിൻ്റെ അടുത്ത സമയം t എന്ന് പറയുന്നത് 10 സെക്കൻഡ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെക്റ്റർ v2 മൈനസ് വെക്റ്റർ v1 ഡിവൈഡഡ് ബൈ t. അപ്പോൾ നമുക്ക് വെക്റ്റർ v2 മൈനസ് v1 കണ്ടുപിടിക്കണം. സബ്ട്രാക്ഷൻ ഓഫ് വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ v2 മൈനസ് v1 ഓർത്ത് വെച്ചിരിക്കുക. v2 മൈനസ് v1 ഇതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും, v2 പ്ലസ് നെഗറ്റീവ് ഓഫ് v1. v2ൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, v1ൻ്റെ നെഗറ്റീവ് കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ v2നെ അതുപോലെ വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ v2 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 5 meter per second. ദിസ് ഈസ് v2. ദെൻ നമുക്ക് v1ന് നെഗറ്റീവ് വേണം. v1 അങ്ങോട്ടേക്കാണ്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. v1 ഈസ് ഈക്വൽ ടു 5 meter per second. നെഗറ്റീവ് മൈനസ് v1 ഈസ് ഈക്വൽ ടു 5 meter per second. അപ്പോൾ ഇവയെ തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാണ്, നോർത്ത് ഡയറക്ഷനാണ്. ഈസ്റ്റിലായിരുന്നു v1 പൊയ്ക്കൊണ്ടിരുന്നത്, അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ഈ ഡയറക്ഷൻ വരും, വെസ്റ്റ് ഡയറക്ഷൻ വരും. അപ്പോൾ ഈസ്റ്റ് എന്നുള്ളത് മാറി എന്തായി, വെസ്റ്റ് ആയി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കേസിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഇതിന് തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആംഗിൾ 90 നിർത്തി ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും 5 ആണ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡും 5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, a√2 ആയിരിക്കും. ദാറ്റ് ഈസ് 5√2 ആയിരിക്കും. അപ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. v2 മൈനസ് v1 എന്ന് പറയുന്നത് എത്രയാണ്, 5√2 ആണ്, ഡിവൈഡഡ് ബൈ 5√2. ഡയറക്ഷനോട് നോക്കണം, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ് അല്ലേ. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് എത്രയാണ്,
10 seconds ആണ്. അപ്പോൾ 5√2 ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ്. 5√2 ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് ചെയ്യുമ്പോൾ എത്ര വരും? √2 ഡിവൈഡഡ് ബൈ 2 ഇൻ ദി നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/√2 ഇൻ ദി നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അറിയാലോ, കാരണം √2 ഡിവൈഡഡ് ബൈ 2 ആണ്. 2ന് എനിക്ക് √2 × √2 എന്ന് എഴുതാം. 2 കൂടെ ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് 1/√2 നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അതായത് 1/2 നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യണം? a² + b² + 2ab cos θ എത്ര കൊടുക്കണം? 90 കൊടുക്കണം. സോൾവ് ചെയ്ത് വരും. അതിനെക്കാട്ടി എളുപ്പം രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ് തന്നിട്ടുണ്ട്, തമ്മിലുള്ള ആംഗിൾ 90 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സാക്ട് ബൈസെക്ടർ ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. കറക്റ്റ് നോർത്ത് വെസ്റ്റിൻ്റെയും കറക്റ്റ് സെൻട്രലിലൂടെ ആയിരിക്കും പോവുക. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് a√2 ആയിരിക്കും. ഇവിടെ a5 ആണ്, therefore 5√2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെച്ചിരിക്കുക. എക്സാമിന് ചോദിച്ചാൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരുന്നു. വെക്ടേഴ്സിൻ്റെ അഡീഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. കാർട്ടീഷ്യൻ ഫോമിൽ വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യണം. അതിന് കഴിഞ്ഞിട്ട് വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. ഈ ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ഡേ, അതായത് അടുത്ത ദിവസം മോർണിംഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതായത് നാളെ മോർണിംഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാനായിട്ട് മറക്കണ്ട. ഡെയിലി രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ തൊട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടുമോറോ മോർണിംഗ് ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടരുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇനി മാക്സിമം വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.